ദിസ് ഇസ് അവർ ചാനൽ ഡെയിലി വ്ലോഗ്സ് ബൈ കൃഷ്ണ. ഇന്ന് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാനാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഈദൊക്കെ ആയിട്ട് ഒരു ഈദ് മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ മേക്കപ്പ് ലുക്കിനൊരു പ്രത്യേകത ഉണ്ട്. രണ്ട് സാധനം വെച്ചിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഈ ചക്ക, മാങ്ങ, തേങ്ങ, അതേപോലെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി തുടങ്ങി കുടംപുളി, വാളംപുളിയും വെറൈറ്റി വന്നത് കാരണം സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി കുറച്ചവിടെ വെച്ച് അങ്ങനെ വെച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് അധികവും വീട്ടിലായിപ്പോയി. അപ്പോൾ എൻ്റെ കയ്യിൽ മേക്കപ്പ് പ്രോഡക്റ്റ് എന്ന് പറയാൻ ഒരു ലാക്മേയുടെ ഒരു ഐലൈനറും ലാക്മേയുടെ തന്നെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് എങ്ങനെ വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് ഒരു ഈദ് മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. അപ്പോൾ വായോ വീട്ടിലോട്ട് പോവാം, അല്ല വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പം ഞാൻ ഇത് മാറിയിട്ട് വരാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മേക്കപ്പിലേക്ക് കിടക്കാം. നമ്മൾ ബേസിക്കായിട്ട് മേക്കപ്പ് എന്ത് തരം മേക്കപ്പ് ആണെങ്കിലും സ്കിൻ കെയർ കഴിഞ്ഞിട്ട് വേണം കേട്ടോ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫേസ് ക്ലൻസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഒരു പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ മാറ്റിഫൈയിങ് മോയ്സ്ചറൈസറാണ്. നമ്മൾ ഫേസിൽ എന്തിടുമ്പോഴും നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ നോക്കുക കേട്ടോ. അടുത്തത് സൺസ്ക്രീൻ ആണ്. ഇത് അക്വാലോജിക്കയുടെ സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്തു. ഇത് രണ്ടും എൻ്റെ കയ്യിലുള്ളൂ. ഇനിയുള്ളത് ഈ 2 ഐറ്റമാണ്. പിന്നെ ലിപ് ബാം ഉണ്ട് കേട്ടോ. എൻ്റെ ചുണ്ടെപ്പോഴും ഡ്രൈ ആവുമ്പോൾ ജസ്റ്റ് ഒരു ലിപ് ബാം കൂടെ ഇട്ട് കൊടുക്കണ്ടേ. ഇനിയാണ് പരിപാടി. ഇനി പ്രത്യേകിച്ചൊന്നും ഇടാൻ നമ്മുടെ കയ്യിലില്ല. അപ്പം ആദ്യം ഞാൻ കണ്ണെഴുതും കേട്ടോ. മുകളിൽ മാത്രമേ എഴുതുന്നുള്ളൂ, അടിയിൽ എഴുതുന്നില്ല കേട്ടോ. നമ്മൾ ലൈനർ എഴുതുമ്പോൾ എക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇതിൽ അങ്ങനെ തേച്ച് ഇതിൻ്റെ ടിപ്പ് കണ്ടോ ഇങ്ങനെ ഷാർപ്പാക്കിയതിന് ശേഷം വേണം ഐലൈനർ എഴുതാൻ. അപ്പം നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ. എന്തോ അപ്പം ഞാൻ ക്യാമറ തിരിച്ചു. ഈ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പക്ഷെ എനിക്ക് ലിപ്സ്റ്റിക്ക് ഇവിടെ ഇങ്ങനെ ലൈനർ ഇട്ടിട്ട് ചെയ്യണമെന്നാണ് ഇഷ്ടം. അപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ താഴെ എന്ത് ചെയ്യാം, ഈ ലൈനർ വെച്ചൊന്ന് പണിത് നോക്കാം. പണ്ടൊക്കെ സ്കൂളിൽ ഈ സംഘനൃത്തത്തിനൊക്കെ ഒരുങ്ങുമ്പോൾ ചേട്ടന്മാർ നമുക്ക് മേക്കപ്പ് ഇട്ട് തരുമ്പോൾ അവരിങ്ങനെ ലൈൻ ഇട്ട് തരുമല്ലോ ബ്ലാക്ക് കളറിൽ. പിന്നെ സ്റ്റേജിൽ കയറാൻ നേരത്തല്ലേ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് തരുള്ളൂ. അപ്പോൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പാളൊന്നും അറിയില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഇനി മുകളിലും ഇങ്ങനെ താഴെ ഇങ്ങനെ ചെയ്തു, അതേപോലെ തന്നെ മുകളിലും ചെയ്യാം കേട്ടോ.
ഇതിനകത്ത് നമുക്ക് ലിപ്സ്റ്റിക്ക് ഫില്ല് ചെയ്ത് കൊടുത്ത് നോക്കാം. ഇങ്ങനെ ഉണ്ടാവും അറിയാലോ, ആളൊന്നറിയില്ല. ആടെയൊന്നുമില്ല കേട്ടോ, ഞാൻ ഉദ്ദേശിച്ച പോലെ കിട്ടിയിട്ടുണ്ട്. ഒരു നമ്മളെ ലിപ് ലൈനർ ഇട്ടിട്ട് ചെയ്യണ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് വെച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തിന്നായ ലൈൻ ഇട്ട് കൊടുക്കണം. അല്ലാണ്ട് നമ്മൾ അതിലിങ്ങനെ മുക്കിയിട്ട് അതേപോലെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ പണി പാളും. നന്നായിട്ട് ബ്ലാക്ക് കളർ ഇങ്ങനെ വരും. അതായത് ഇപ്പം ഞാൻ ലൈറ്റായിട്ട് എഴുതിയിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തത്. അപ്പോൾ അത് ഓക്കെയാണ് കേട്ടോ, നല്ല. ഇനി പൊട്ട് വേണ്ടല്ലോ, അപ്പോൾ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ബ്ലഷ് ഇടാം. അതായത് വെച്ചിട്ട് തന്നെ ബ്ലഷ് ഇടാം കേട്ടോ. മുക്കിൽ, കവിളിൽ, നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ അടിയിലേക്ക് ചെയ്ത് കൊടുക്കാൻ പാടുള്ള, ഈ ലെവലിൻ്റെ മുകളിലേക്ക് ആക്കാൻ പാടില്ല. അപ്പോൾ അടിയിലേക്കാണ് ഇത് ഇങ്ങനെ ചെയ്യേണ്ടത്, ബ്ലെൻഡ് ചെയ്യേണ്ടത് അടിയിലേക്കാണ്. ഇവിടുന്ന് നമ്മൾ ഈ ഐബോളിൻ്റെ ഇവിടുന്ന് ഈ ഭാഗത്താണ് നമ്മൾ ബ്ലഷ് ഇടേണ്ടത്. അതിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ വൃത്തികേടാവും. അതാണ് അതിൻ്റെ പ്രോപ്പർ വേ എന്ന് പറയുന്നത് കേട്ടോ. മൂക്കിലൊന്നും ഇടണമെന്നില്ല, എനിക്ക് പിന്നെ ഇവിടെ ചുമന്നൊക്കെ ഇടത്തിരിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ജസ്റ്റ് ചെറുതായിട്ട് മാറ്റി പിന്നെ അത് തൂത്തുകളായി. അല്ലെങ്കിൽ ഇവിടെയും കൂടി ആക്കാം. കയ്യിലുള്ളത് ഇതാണ് ലുക്ക്. മേക്കപ്പ് കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ജസ്റ്റ് ഹെയറും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് ആ ഷോളും കൂടെ ഒന്ന് ഇട്ടോ കേട്ടോ. ഹെയർ എനിക്ക് കുറച്ച് ഓയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല പാക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് തലയിൽ ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം രാത്രിയിലാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് ഞാൻ ഷാമ്പു ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതേപോലെ തന്നെ ഉള്ളിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈലൊന്നും ചെയ്ത ഭംഗി ഉണ്ടാവില്ല. അത് ഞാനിങ്ങനെ തുറന്നിടാന്നിട്ട് വിചാരിക്കുന്നത്. പിന്നെ ഷാളൊക്കെ ഇട്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലുക്ക്. ഞാനൊന്ന് ജസ്റ്റ് എഴുന്നേറ്റിട്ട് ഫുൾ ലുക്ക് കാണിക്കാം കേട്ടോ. റൂമിൽ നിന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഒരു വൃത്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു താഴെ ഒരു ഷോപ്പ് ഉണ്ട്, അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം മേക്കപ്പ് ട്യൂട്ടോറിയൽസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്. വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്. അതുവരേക്കും ടാറ്റാ.
അവിടുന്ന് എഴുന്നേറ്റ് നിന്ന് നോക്കിയിട്ട് ലൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ശരിക്കും കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പട്ടി ഷോ കാണിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്.